അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയുക, എന്താ മൊണ്ണേഷെന്നോ മാമ്പഴമെന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി ബോറെന്നോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കണോ? ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയാൻ പാടില്ല. എൻ്റെ അധ്യാപന വൃത്തി എൻ്റെ മോനെ ഹബ്ബുകാരൻ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആരായി ചിജോ? ഏ ആരായി ചിജോ? ഇവൻ അടിക്കാൻ കയ്യും പൊക്കിക്കൊണ്ടുവന്ന ബാക്കിയുള്ളവരുടെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോവോ? ഏ അല്ല, നീ ആര്? നീ കുറെ നേരമല്ല നീ അവനെ എടുത്ത് വെളുപ്പിക്കാൻ നോക്കുന്നു. ഉപ്പും മുളകും ലൈറ്റ്, ദ ഫാമിലി വ്ളോഗേഴ്സ്. നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ യൂട്യൂബിൽ വന്ന് ഛർദ്ദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഛർദിൽ വാരി ഏറായി. അവസാനം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ ഇട്ട് കുറച്ച് ഡോളർ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയ ഞങ്ങളുടെ പാവപ്പെട്ട ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ്, ദ മിന്നൻ താരം, ദ വൈൽഡ് ഫയർ സിജോ. പാവപ്പെട്ട സിജോ ചേട്ടൻ ഇപ്പൊ ഏതാണ്ടൊക്കെ 3G അവസ്ഥയിൽ നിൽക്കുക. കുറച്ച് ദിവസമായി നിപ്പ് തുടങ്ങിയിട്ട്. ആ ചേട്ടനെ ആ 3G അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താന്നും പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഈ സിജോ ചേട്ടന്റെ വളരെ അടുത്തായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള, അങ്ങനെ പറയുന്നത് കറക്റ്റ് അല്ലേ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ വൈറ്റില ഹബിൽ നിന്ന് കപ്പലിനെയും കുറച്ചുകൊണ്ടിരുന്നതാ. എവിടെയോ തലക്കടി കിട്ടിയപ്പോഴത്തേക്ക് വൈറ്റില ഹബിൽ നിന്ന് ബസ്സും കയറി വിനൂസ് ഹബ് ഇങ്ങി വന്നു യൂട്യൂബിലേക്ക് വീഡിയോ ഇട്ട് സിജോ ചേട്ടനെ ഒന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ്. ലാസ്റ്റ് ഇപ്പം വിനുവും സിജോയും എല്ലാം കൂടെ കയറി പോയിരിക്കുക. എന്റെ പൊന്ന് വിനു ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങണം, പക്ഷെ ഇറങ്ങുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് കാര്യം മനസ്സിലാക്കിയിട്ട് ഇറങ്ങണം. മനസ്സിലായ? അല്ലാതെ കക്കൂസ് കോരാൻ വന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ പൂന്തോട്ടം നനച്ചും പോകരുത്. മനസ്സിലായില്ലേ? ചേട്ടൻ ആ പരിപാടി ഇന്നലെ കാണിച്ചു വെച്ചത് എന്നാ ചേട്ടന്റെ വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞതൊക്കെ. ഇപ്പൊ ഓൾറെഡി 2-3 പേര് നിങ്ങൾക്ക് അടി തന്നില്ലേ. തുടക്കം നമ്മുടെ മൂപ്പനാണ്, മൂപ്പൻ സ്ലോഗ് ശരത് ബ്രോ. ശരത്തേട്ടൻ നല്ല കണ്ണത്തിന് തന്നില്ലേ നിനക്ക്. എന്നിട്ട് നീ അതിന്റെ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി കരഞ്ഞു പോയി കമന്റ് വിട്ടേക്കുന്നു. എന്റെ പൊന്ന് ഹബ്ബുകാരൻ ചേട്ടാ, എന്തിന്റെ സോക്കേടാ ചേട്ടന്? ഒന്ന് സോൾവ് ആയതേ ഈ പ്രശ്നം അല്ലേ? കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ വീട്ടിലോട്ട് സിജോ, എല്ലാവർക്കും അറിയാം ഈ പ്രശ്നം എന്താണെന്ന്. ഈ ഒരു ഉപ്പുമുളകും ഫാമിലിയെ ബേസ് ചെയ്ത് ചെറിയായിട്ട് പൊട്ടിത്തുടങ്ങിയ ഒരു പ്രശ്നം. ലാസ്റ്റ് അനന്തുവും സിജോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫൈറ്റ് എത്തി. ലാസ്റ്റ് സിജോ ചേട്ടൻ അനന്തുവിന്റെ അപ്പനെ അമ്മയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ പോയി കയ്യും കാലം പിടിച്ച് കഴിഞ്ഞ ദിവസം ക്ഷമയൊക്കെ ചോദിച്ച് പരിപാടി ക്ലോസ് ചെയ്തതാ. അതിനുശേഷം ആ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു കേസ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തതാ. അതുകൊണ്ട് തന്നെ ഈ സിജോ അനന്തുവിന്റെ വീട്ടിൽ പോയ ആ ഒരു സംഭവം നമ്മളെല്ലാവരും എടുത്ത്, എനിക്കൊന്ന് 3-4 പേരെടുത്ത് ചെയ്തു. പരിപാടി അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാം എന്ന് വിചാരിച്ച് പരിപാടി നിർത്തിയതാ. അപ്പത്തേക്കാണ് എനിക്ക് തോന്നുന്നു ചിജോ ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കും ഈ വിനുചേട്ടൻ ഇറങ്ങിയത്. പക്ഷെ എന്തായാലും ചിജോ ചേട്ടൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിൽ ചിജോ ചേട്ടൻ അത് വലിയൊരു മണ്ടത്തരമായി പോയി. അങ്ങനെ ചെയ്യരുതായിരുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിയും വിവരവും, മനസ്സിലായില്ലേ, ഇല്ലെങ്കിൽ ഇച്ചിരി സമയമുള്ള ഒരു കാര്യം എടുത്തൊന്ന് നോക്കിയിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരുത്തനോട് നിങ്ങൾ പറയണമായിരുന്നു. ഇത് ഇവനെ പോലൊരു ഹബ്ബിൽ നിന്ന് കപ്പലിനെയും കുറച്ചുകൊണ്ടിരുന്നവനോട് പറഞ്ഞപ്പം അവൻ വന്ന് കാണിച്ചത് ഭൂലോക മണ്ടത്തരം. ഈ ഒരു വിഷയത്തിൽ വീഡിയോ പോലും ചെയ്യാത്ത മൂപ്പനെയൊക്കെ വലിച്ച് അതിനകത്തോട്ടിട്ട് മൂപ്പം വെച്ച് താങ്ങി തന്നില്ലേ? തീർന്നില്ലേ? ഹബ്ബുകാരൻ ചേട്ടന്റെ കപ്പ് പോയാ? എന്തായാലും നമുക്ക് ഈ ചേട്ടൻ പറയുന്ന ഈ വിനുചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പേഴ്സണലി നിങ്ങളെ അറിയത്തുമില്ല. ആരോട്ടും പേഴ്സണലി ഒരു ദേഷ്യവും ഇല്ല എനിക്ക്. പ്രത്യേകിച്ച് നമ്മുടെ സിജോയോടോ ആണെങ്കിലും ശരി, നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ റിയാക്ഷൻ ചാനലാണെങ്കിൽ നമ്മൾ പറയും. അതിനെ ആ ഒരു ടെമ്പറിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമല്ല. നിങ്ങൾക്കെന്താ? നിങ്ങൾ ഇപ്പൊ സിജോ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് 2-3 ചാനലുണ്ട്. ഒരു ചാനലിൽ മറ്റേ തുണ്ടുകഥ മാത്രം കണ്ട അവീത കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന കഥയില് ഉള്ള റിയൽ ആയിട്ടുള്ള ആളുകൾ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് എങ്ങനെയാ ഇത് ഫീൽ ചെയ്യുന്നത്? അതൊക്കെ സിജോയ്ക്ക് അതൊന്നും അറിയണ്ടായിരിക്കും അല്ലേ? താങ്കളെ വല്ലതും പറഞ്ഞാൽ മാത്രം താങ്കൾക്ക് മറ്റേ ചൊറിയും. താങ്കൾക്കാരെ എന്തും പറയാം. ആ ഒരു മൂഡുണ്ടല്ലോ, അതത്ര നല്ല മൂഡല്ല ചേട്ടാ. പിന്നെ ചേട്ടൻ ജിമ്മിൽ പോകുന്ന ആളാണ്, അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് സൂപ്പറാക്കും എല്ലാത്തിനെയും. കള ആ മൂഡൊക്കെ കേട്ടാ. അതൊക്കെ മറ്റേ കുഴിലോട്ട് പോകാനുള്ള മോഡാ ചേട്ടാ. പിന്നെ നമുക്കൊക്കെ മേളിൽ ആകാശം താഴെ ഭൂമി, ഇത്ര ഉള്ളു ചേട്ടാ. ചേട്ടൻ പിന്നെ അന്വേഷിച്ച് പിഴച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ കേൾക്കാൻ പോകുന്ന വളരെ മോശം കാര്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഇത്ര നല്ല പെയ്യുന്നൊന്നും അല്ല ചേട്ടൻ നമ്മളും. ഓക്കെ, അതൊന്ന് ചേട്ടൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ അധികം ചേട്ടൻ കഷ്ടപ്പെടേണ്ട. അനന്തുവിന്റെ ഒന്നും വീട് തപ്പി അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല നമ്മുടെയൊക്കെ. പക്ഷെ നമ്മുടെ ഒന്നും പേര് നിങ്ങൾ പറയത്തില്ല, നമുക്കറിയാം. അതിന്റെ ഒരു ഗെയിം നമുക്കറിയാം. പക്ഷെ അതൊന്നും ചേട്ടാ, ഇപ്പൊ ഈ വിനുചേട്ടനാണെങ്കിലും നമ്മുടെയൊക്കെ പേര് പറയാൻ വളരെ വളരെ നല്ല കാര്യം. കാരണം ഇവൻ എന്റെ പേര് പറഞ്ഞ് അതിനകത്തുനിന്ന് കുറെ സബ്ബോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് വാരി ജീവിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ അല്ലാതെ തന്നെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ട്. എന്റെ പേഴ്സ്പെക്റ്റീവ്സ് മനസ്സിലാവുന്ന ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് പറയുന്നുണ്ട്. എനിക്ക് അത് മതി ചേട്ടാ. അതൊക്കെ പോട്ടെ. നമുക്ക് എന്തായാലും ഈ വിനുചേട്ടന്റെ
വിനിച്ചേട്ടൻ വിനിച്ചേട്ടൻ മൊഴിയുന്ന കുറച്ച് നല്ല കാര്യങ്ങളൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. എന്താ, അതല്ലേ നല്ലത്? കേട്ടോ. സിജോയും അനന്തവും തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആയി. എനിക്ക് പറയാനുള്ള സിജോടാ, എന്താണ് സിജോ, ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പാടുണ്ടോ? തമ്മിൽ തല്ലണം, തമ്മിൽ തല്ലി അങ്ങോട്ടേക്കിടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്കൊരു ഹരം വരൂ, അല്ലേ? അതെ ചേട്ടാ, ബാക്കിയുള്ള യൂട്യൂബർമാർ ഇപ്പൊ എന്നെ പോലുള്ളവർക്ക് അത് കേൾക്കുമ്പോഴായിരിക്കും ചേട്ടാ ഒരു ഹരം വരുന്നത്. എന്നിട്ട് ആ ഒരു ഹരത്തിന്റെ പുറത്താണ് നമ്മൾ 2-3 വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് ഡോളറൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടാ. പക്ഷെ നമ്മളതങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോവും ചേട്ടാ. ഇതുണ്ടാക്കി നമ്മൾ പുറത്ത് പോയി ബീഫും പൊറോട്ടയൊക്കെ വന്ന് കഴിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് കക്കൂസി കയറി അപ്പിയിടും. അത് കഴിയുമ്പോഴത്തേക്ക് ചില ചേട്ടന്മാര് പുറകെ വരും ഈ അപ്പിയെ തോണ്ടാനായിട്ട്. മനസ്സിലായില്ലേ? ഈ വൈറ്റില ഹബ്ബിന്ന് മറ്റേ ബസ്സും കയറി കപ്പലിന്റെയൊക്കെ കുറച്ചിങ്ങി വരും. അങ്ങനെയുള്ള കുറെ ചേട്ടന്മാരുണ്ട്. ഉപദേശവും പൂഞ്ഞാലാട്ടവും കൂടെ ഒന്നിച്ച് നടത്തരുത്. ഞങ്ങൾ എന്താണോ ചെയ്തത് അതിന്റെ അപ്പുറം അതിനകത്ത് വന്ന് മറ്റേ കിടിമിടി തട്ടുന്ന ടീമാ താനൊക്കെ. ആ താൻ ഈ വർത്താനം പറയരുത്. താൻ എന്താ ചെയ്യുന്നതെന്ന് ആദ്യമേ താൻ മനസ്സിലാക്കി. ബാക്കി എന്തൊക്കെ ഉപദേശമായിരുന്നു. കുറേ ആളുകളല്ലേ, നമ്മുടെ ഗോപ്രോ മച്ചാൻ, അതുൽ വ്ലോഗ്സ്, പിന്നെ വിവി, പിന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ അണ്ണനുണ്ടല്ലോ, നമ്മുടെ മൂപ്പൻ, ഇവരൊക്കെ. മൂപ്പൻ ഇന്നലെ തന്നില്ലേ? കണ്ടായിരുന്നോ വീഡിയോ? കണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അല്ലേ അവിടെ പോയി കമന്റ് ഇട്ടത്. അപ്പൊ ഈ ചേട്ടൻ ഇട്ടിരിക്കുന്ന കമന്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ ചേട്ടൻ എന്ത് കണ്ടിട്ടാ ചേട്ടാ മൂപ്പന്റെ നെഞ്ചത്തോട്ടൊക്കെ കയറാൻ പോയത്? മൂപ്പൻ ഈ വിഷയത്തിൽ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഒരൊറ്റ ഉപ്പുമുളകിന്റെ ബേസ് ചെയ്ത് പുള്ളി വീഡിയോ ഇട്ടുണ്ട്. പക്ഷെ അനന്തു ഈ ഒരു വഴക്ക് സിജോ ആയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ ചെയ്തിട്ടില്ല മൂപ്പൻ വീഡിയോ. പിന്നെ താൻ എവിടുന്ന് കണ്ടടോ മൂപ്പൻ ആ ഒരു വീഡിയോ ചെയ്തത്? താൻ കണ്ടില്ല. താൻ അതിന്റെ അടിയിലിട്ടേക്കുന്ന കമന്റ് ഞാൻ കാണിക്കാം. ഇത് ഈ താൻ പറയുന്ന മൊത്തം കഴിഞ്ഞിട്ടേ ഞാനത് കാണിക്കുന്നുള്ളൂ. താൻ ബുദ്ധിമാനാ. പിന്നെ താൻ ഇതിനകത്ത് പറഞ്ഞ അതുലൊക്കെ വിവി ഒക്കെ രണ്ടുപേരും വീഡിയോ ചെയ്തിട്ടുണ്ട്. പോട്ടെ, ഈ ഗോപ്രോ മച്ചാൻ പുള്ളിയുടെ പേരും താൻ പറഞ്ഞല്ലോ. താൻ പുള്ളി ചെയ്തേക്കുന്ന വീഡിയോ കണ്ടോടോ ഹബ്ബുകാരാ? താൻ കണ്ടോ? താൻ ഒന്ന് കാണാ വീഡിയോ. ഞാൻ സത്യം പറഞ്ഞ പേഴ്സണലി ഈ ഗോപ്രോ മച്ചാൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ബ്രോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്തതെന്ന്. കാരണം പുള്ളി വളരെ മാന്യമായിട്ട്, ഇത്രയും മാന്യമായിട്ടൊക്കെ പുള്ളി എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് നേരെ ആലോചിച്ചു. ഈ ഒരു വിഷയത്തിലൊക്കെ പുള്ളി അത്രയും മാന്യമായിട്ട് സിജോ മോനെ ഇങ്ങനെയാടാ അങ്ങനെയാടാ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പ്രോപ്പർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ആണ് പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി ചെയ്തിരിക്കുന്നത്. അല്ലാതെ മോശമായിട്ടൊരു വാക്ക് കൊണ്ട് പോലും, അല്ലെങ്കിൽ ഞാനൊക്കെ ഈ സർക്കസ്റ്റിക് ആയിട്ട് കളിയാക്കുന്ന ആ ഒരു രീതിയിൽ ഒന്നും പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ പുള്ളി അത് ചെയ്തിട്ടില്ല. പിന്നെ എന്തിന് പുള്ളിയൊക്കെ വലിച്ച് ഇതിനകത്തോട്ട് ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല സത്യമായിട്ടും. ഈ ചേട്ടൻ വേണം പറയാൻ. അതുല്ലേയും വിവിയെയും പറഞ്ഞു, രണ്ടുപേരും നല്ല താങ്ങിയിട്ടുണ്ട്. താങ്ങേണ്ട കാര്യം തന്നെ ചെയ്തത്. കാരണം അവരുടെയൊക്കെ സുഹൃത്താണ് ഈ അനന്തു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവരുടെ മാത്രമല്ല എന്റെയൊക്കെ സുഹൃത്താ ചേട്ടാ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ വായും പൊത്തി ഇരിക്കാനായിട്ട് നമ്മളെ കിട്ടത്തില്ല. നമ്മളെ അടിക്കും, തിരിച്ചു നല്ല ഗാനത്തിൽ അടിക്കും. മനസ്സിലായില്ലേ? അനന്തുവിനെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിലും ഒക്കെ പറഞ്ഞു, അനന്തുവിനെ പറ. അവനല്ല റിയാക്ട് ചെയ്ത്, അവനെ പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ല. കാരണം നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. ഇപ്പൊ ഞാനാണെങ്കിലും സിജോനെ വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിജോയ്ക്ക് ദേഷ്യം വരും. എനിക്കത് മനസ്സിലാവും. സിജോയ്ക്ക് നമ്മളെ പറയാം, അതിനകത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് പറയാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഇതാണ് കാരണം, മനസ്സിലാവും. പക്ഷെ നമ്മളതിന്റെ ആ ചെയ്തിരിക്കുന്ന വീഡിയോ ചിലപ്പോൾ ട്രിമ്മും ചെയ്ത് കഴിഞ്ഞാൽ തമ്മിൽ ഞാനൊക്കെ മാറ്റും കേട്ടോ. സിജോ ചേട്ടനെ പോലെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞിട്ട് ഇപ്പോഴും ആ വീഡിയോ അവിടെ ഇട്ടേക്കുമല്ല. അവന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് ആ വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ടല്ലോ, വിത്ത് തമ്മിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ പൈതൃകത്തിന്റെ കഥയൊക്കെ. നമ്മളൊക്കെ അത് മാറ്റും. ഇത് മറ്റേ ചോറി പറഞ്ഞിട്ടും സാധനം അവിടെ കിടപ്പുണ്ടെണ്ണ. അതും കൂടെ ചേട്ടൻ നമ്മൾ ഈ വിനു ചേട്ടനോടാ ഹബ്ബിന്ന് വണ്ടി പിടിച്ച് വരുന്നതിന് മുന്നേ ചേട്ടനൊന്ന് നോക്ക്, നിങ്ങളുടെ കൂട്ടുകാരനാണോ തെറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ ആണോ തെറ്റ് ചെയ്തിരിക്കുന്നത്? കൂട്ടുകാരനെ നിങ്ങൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി, സോൾവ് ആക്കിയതല്ലേ ആ വീഡിയോ അല്ലെങ്കിൽ ആ തമ്മിൽ മാറ്റെന്നൊക്കെ പറഞ്ഞ്. ഇല്ലല്ലോ, എപ്പോഴും അവിടെ കിടപ്പുണ്ട്. പിന്നെ അധികം ആൾക്കാർ കാണത്തില്ല അവന്റെ വീഡിയോ, അത്രേ ഉള്ളൂ. അതിനകത്ത് മൊത്തം ഊക്ക. അതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെയൊക്കെ വീഡിയോ ആൾക്കാർ കാണുന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാവേ, എന്നിട്ട് ഞാൻ പറയാം ബാക്കി. സിജോ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. അതായത് പിന്നെ ഒരു ലേഡി വ്ളോഗർ ഉണ്ടായിരുന്നു, അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു, മോളേന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു അധ്യാപകനല്ലേ സിജോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? പിന്നെ അധ്യാപകർക്ക് വികാരമൊന്നുമില്ലേ? അധ്യാപകരെ തെറി വിളിക്കാൻ പാടില്ലേ? അധ്യാപകരെ ചീത്ത വിളിക്കാൻ ഒരു അവകാശമില്ലേ? അധ്യാപകരെ എന്തൊക്കെ നല്ലക്കും വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയുക, എന്താ മൊണ്ണേഷെന്നോ മാമ്പഴമെന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി ബോറെന്നോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കണോ? ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാനിതൊന്നും പറയാൻ പാടില്ല. എൻ്റെ അധ്യാപന വൃത്തി, എൻ്റെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു നന്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ അധ്യാപകനല്ലേ, അല്ലാതെ ഗാന്ധിജി ഒന്നും അല്ലല്ലോ.
ഓക്കെ, അപ്പൊ ചേട്ടൻ പറയുന്നത് അധ്യാപകനല്ലേ പുള്ളി, ഗാന്ധിജി ഒന്നും അല്ലല്ലോ. അതേപോലെ കണ്ണാപ്പി എന്നൊക്കെ പുള്ളിയെ വിളിച്ചു. കണ്ണാപ്പി എന്നാരാ സിജോയെ വിളിച്ചത്? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കണ്ണാപ്പി എന്നാരാ സിജോയെ വിളിച്ചത്? ഒന്ന് താഴെ കമന്റ് ചെയ്തത് നിങ്ങൾ. അങ്ങനെ ഒരാളെങ്കിലും സിജോയെ കണ്ണാപ്പി എന്ന് വിളിച്ചിട്ടുണ്ടോ? കണ്ണാപ്പി എന്നൊക്കെ വിളിക്കുന്ന വേറെ ആളെയാ. അയാൾക്കത് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാ. പുള്ളി അത് മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ. അതിന് വലിയൊരു കാര്യം തന്നെ കേട്ടോ. പുള്ളി ഇപ്പൊ അത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇവൻ ഈ വന്നിരുന്നിട്ട് നിനക്ക് എന്തെങ്കിലും വാങ്ങാൻ അറിയാവും? നീ എന്ത് കണ്ടിട്ട്? എടാ തെറ്റു പറ്റും എന്റെ പൊന്നു വിനുച്ചേട്ടാ, നിങ്ങൾക്കും പറ്റും. എനിക്കൊക്കെ ഇഷ്ടം പോലെ തെറ്റു പറ്റുന്ന ആളാ, മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. പക്ഷെ ഇത് താൻ ഇത്രയും മണ്ടനാണോ? നമ്മളൊന്നും ഇത്രയും മണ്ടനാവാറില്ല. നമുക്ക് കുറച്ചെങ്കിലും കാര്യം അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഇയാൾ വന്നിരുന്ന് പറയുന്ന വിഷയത്തിൽ ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾക്ക് അറിയത്തില്ല. ഈ ചെയ്യാത്ത ആൾക്കാരെ പറ്റിയൊക്കെയാണ് ഇയാൾ പറയുന്നത്. അത് കൂടാതെ കണ്ണാപ്പിന്ന് സിജോ ആരെ വിളിച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അധ്യാപകന്റെ കാര്യം പറയുന്നു. എടാ നീ ഇന്ന് എന്റെ പൊന്നു വിളിച്ചേട്ടാ, താൻ ഇങ്ങനൊന്നും പറയല്ലേ. ഇവിടെ ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്, അവർക്കും കൂടെ നാണക്കേടാ താൻ ഈ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ എത്രയെന്ന് വെച്ചാൽ കേട്ടിരിക്കുന്നത് തിരിച്ചു പറയും. എടോ അതാണോ അധ്യാപകൻ? തനിക്ക് അധ്യാപകന്റെ മീനിങ് അറിയോ? ഇവിടുത്തെ കുട്ടികൾ നല്ല വഴിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ നല്ല വഴിയിൽ അവർ മുന്നോട്ട് പോകാൻ വേണ്ടി അതിന് കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും. ചെറ്റകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ചെറ്റകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്ക് കുൽസിതങ്ങൾ തോന്നുന്ന അധ്യാപകന്മാരൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ടു എർത്ത് ആയിട്ട് പുള്ളിയുടെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ, സിജോയുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ആരെങ്കിലും തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിജോയുടെ കൂടെ നിൽക്കും. സിജോ 2 തെറിയും പറയണം, അല്ലെങ്കിൽ ഇടിയും കൊടുക്കാം. മനസ്സിലായില്ല? ഒരു കാര്യമില്ലാതെ അവന്റെ അച്ഛനൊന്നും പറയേണ്ട കാര്യമില്ല. എടാ വിരിച്ചേട്ട ഹബ്ബുകാരാ, ഇത് അവന്റെ വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ അല്ല പറഞ്ഞിരിക്കുന്നത്, അവനെയാ വിമർശിച്ചിരിക്കുന്നത്. അനന്തു അവനെയാ വിമർശിച്ചിരിക്കുന്നത്. താൻ ആദ്യമേ പോയി ആ വീഡിയോ ഒന്ന് കാണണം എന്റെ കുട്ട, എന്നിട്ട് നീ കിടന്നു അടിക്ക്. എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്? കൊള്ളാം എന്റെ പൊന്ന് സിജോ ചേട്ടാ. താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഇതുപോലത്തുള്ള ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. താങ്കൾ പറഞ്ഞിട്ടായിരിക്കും ഇവനി വന്നിരുന്ന് ചിലക്കുന്നത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടുക എങ്ങനെ വേണം വീഡിയോ ചെയ്യാനെന്ന്. ചുമ്മാ വന്നിരുന്ന് താങ്കളുടെ അധ്യാപനത്തെ വരെ ഇയാളാണ് കളിയാക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ കളിയാക്കുന്നത് നമ്മുടെ തെറ്റു, ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ വരെ പറയുന്ന കേട്ടല്ലോ നിങ്ങൾ. അധ്യാപകന് എന്തു പറഞ്ഞാലും കേട്ടോണ്ടിരിക്കണോ? അധ്യാപകൻ റിയാക്ട് എന്തുവാ പറഞ്ഞതും കൂടെ ഈ വ്യക്തി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അധ്യാപകന്റെ അച്ഛനെ അമ്മ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? എന്റെ അറിവിലില്ല. നമ്മൾ ഒരാളും ഒരു വാക്കുകൊണ്ട് പോലും ആ വ്യക്തിയുടെ വീട്ടിലിരിക്കുന്ന ഒരാളെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. നീ ഇപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. മനസ്സിലായില്ലേ? ബാക്കി കേക്ക് ഈ ഹബ്ബുകാരൻ ചേട്ടൻ പറയുന്നത്. പിന്നെ ഈ മോളെ എന്നൊക്കെ വിളിക്കുന്ന സംഭവം, ചില ആളുകൾക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ കുറ്റവും കുറച്ചിലും പറഞ്ഞ് മാത്രം ഇരുന്ന് അത് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പം മോളേന്നും മൊണ്ണേഷനൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകും ഒരാൾ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ആൻഡ് അവിടെ നിൽക്കട്ടെ. ഈ ഒരു പോർഷൻ നിങ്ങൾ കേട്ടല്ലോ, ഇതിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാര്യം സിജോ കഴിഞ്ഞ ദിവസം, അത് ആ വീഡിയോയിലില്ല, നമ്മൾ പേഴ്സണലായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. സിജോ അനന്തുവിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പൊതുവെ അനന്തുവിന്റെ വീട്ടിൽ അനന്തു തന്നെ എന്നോട് പറഞ്ഞ കാര്യം, അനന്തുവിന്റെ വീടിന്റെ പരിസരത്തും ഒന്നും അധികം ആൾക്കാർക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? അവന്റെ വീട്ടിലിരിക്കുന്ന ഒരാൾ, അവന്റെ ആ ഒരു വീട്ടിലുള്ള ആ പുറത്തുള്ള ആൾക്കാരുമായിട്ട് അവനങ്ങനെ അത്ര കോൺടാക്ട് ഉള്ള ഒരാളല്ല. പക്ഷെ അവന്റെ വീടും അവന്റെ അച്ഛനെയൊക്കെ എല്ലാവർക്കും അറിയാം. അവനധികം ആ ഒരു വീടിന്റെ പരിസരത്ത് ഇറങ്ങി എല്ലാവരോടും അങ്ങനെ ഇറങ്ങി എല്ലാവരോടും മറ്റേ കണക്ഷൻ ഉണ്ടാക്കി വെക്കണോ? അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. വീടിന്റെ ഒരു 10 വീട് അടുത്തുള്ള എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവനെ പോലെ ഇരുന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അവിടെ എന്താ നടക്കുന്നത് അവരോട് കഥ പറഞ്ഞ് അവരോട് പരദൂഷണം പറഞ്ഞ് ഇരിക്കണോ? എനിക്കറിയാൻ പാടില്ല. അവൻ അങ്ങനെ കോണ്ടാക്ട് ഇല്ല അവന്റെ വീടിന്റെ പരിസരത്ത്. ഈ സിജോ അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അധികം ആൾക്കാർക്ക് ഇവനെ അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? അനന്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ആർക്കും അറിയത്തില്ല. അത് സിജോ അറിഞ്ഞിട്ടുണ്ട്. സിജോ അനന്തുവിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്, എടാ നിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ, ഇത് വളരെ പേഴ്സണലായിട്ട് അവിടെ നടന്നൊരു കാര്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട് സിജോ, നിന്നെ അറിയത്തില്ലല്ലോ എന്ന്. ആ സാധനം ഈ സുന്ദര കില്ലാടിയോട് സിജോ പറഞ്ഞു കാണും. അതാണ് ഇവൻ ഇവിടെ നീ ഡയലോഗ് അടിക്കുന്നത്. ഇതിനകത്തുനിന്നാണ് എനിക്ക് മനസ്സിലായത് ഇവനെ മറ്റേ ഉന്തിത്തള്ളി ഇറക്കിയതായിരിക്കും മിക്കവാറും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതും തിരിച്ചടിയായി ഇതും തിരിച്ചടിയായി പോയി. പിന്നെ ഇത്ര മണ്ടനാണെന്ന് ചിലപ്പോൾ ചേട്ടൻ അറിഞ്ഞു കാണത്തില്ല. ചേട്ടൻ ബിഗ് ബോസിലുണ്ടായിരുന്നപ്പം ഏതോ ഒരു വിനു ചേട്ടന് ഡ്രസ്സ് അയച്ചുകൊണ്ട് അയച്ചു തരുന്നതെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു? ആ വിനു ആണോ ചേട്ടാ ഇത്? എന്താണെങ്കിലും ബുദ്ധി കൂടിയ വിനു കേട്ടാ. എന്താണെങ്കിലും ഹബ്ബിന്ന് ഇറങ്ങിയതല്ലേ, നല്ലതാ. ബാക്കി സിജോ പറഞ്ഞ അനന്തുവിനെ വിളിച്ച പൈതൃകത്തെ കുറിച്ച് പലരും തന്തയ്ക്ക് വിളിക്കാറുണ്ടല്ലേ, ഓപ്പണ് തന്തയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പം ഇത് ആ ഒരു എന്താ പറയുക വളരെ നാച്ചുറലായിട്ട് പൈതൃകത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. അത് ഒരു വികാരത്തിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞു പോകും, സംസാരിച്ചു പോകും. അതിൽ ഞാൻ ന്യായീകരിക്കുകയല്ല.
തെറ്റായതുകൊണ്ടായിരിക്കണമല്ലോ സിജോ നേരിട്ട് പോയി ഈ അനന്തു എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും അനന്തുമായിട്ട് ഒരു രമ്യതയിലെത്തി. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ഈ ആളുകളിലും ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കണ്ണു നോക്കി സംസാരിക്കുമ്പോഴും ഇവരുടെ ഈ ഒരു ബോഡി പോസ്ചറും കമ്മ്യൂണിക്കേഷൻ രീതികളും കാണുമ്പോൾ നമുക്ക് ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും. ഇതിനകത്ത് അനന്തുവിൻ്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ഗ്യാപ്പുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് സിജോ അനന്തുവിൻ്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അനന്തു അത് പേടിച്ചിരിക്കുകയാണ് എന്ന പോലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എൻ്റെ മാത്രം ഒരു ഫീലിംഗ് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ അനന്തു ചിലപ്പോൾ ഹാപ്പി ആയി കാണും സിജോനെ കണ്ടുകൊണ്ട്. ചിലപ്പം അമ്മ ഈ പറഞ്ഞ പോലെ ആ മോൻ വന്നല്ലോ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അമ്മ മോൻ വന്നല്ലോ തോന്നിയിട്ടുണ്ടല്ലോ, എന്നാണ് താൻ പറയുന്നത്? അപ്പൊ എന്താണെങ്കിലും അനന്തു പേടിച്ചിരിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ അനന്തുവിന് താല്പര്യമില്ലായിരുന്നു എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. അതിനകത്ത് കൂടുതലും ചേട്ടന് തോന്നിയത് അനന്തു പേടിച്ചിരിക്കുന്ന പോലെയാണ്. ചേട്ടാ, ഞാനൊന്ന് അനന്തുവിനോട് ചോദിക്കട്ടെ, അനന്തുവിനോട് നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഇനി എനിക്ക് വയ്യ ഈ ഒരു വിഷയം വീഡിയോ ചെയ്യാനായിട്ട്, മതി ഇതിനെപ്പോലുള്ള, അല്ലെങ്കിൽ ഈ പൊട്ടം പറയുന്നത് കേട്ടിട്ട് ഞാനിതിനാണ്. എന്നാലും ഞാൻ ചോദിക്കും, ഞാൻ പേഴ്സണലി ചോദിക്കും. അതെനിക്ക് നിങ്ങളോട് എനിക്ക് എല്ലാവരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല, എനിക്ക് തോന്നുന്നില്ല അപ്പം പേടിച്ച് വിറച്ചിട്ടാണ് അവൻ അവിടെ നിന്നതെന്ന്. ഞാൻ ആ വീഡിയോ കണ്ട വ്യക്തിയാണ്, എനിക്ക് അതിനകത്തൊന്ന് മനസ്സിലായത് പട്ടിപ്പൂച്ച അവൻ കൊടുക്കുന്നത്, പട്ടിപ്പൂച്ച. അനന്തു താല്പര്യമില്ല അവന്. നേരം നോക്കി മറ്റേ ചേട്ടൻ സംസാരിക്കുമ്പോൾ അനന്ത് മറ്റേ റൈറ്റ് സൈഡിലോട്ടും നോക്കിയിട്ട് ഈ പുല്ല ഫോണിൽ ഈ ഒരു മൂടേ ഉള്ള അനന്തുവിന്, മനസ്സിലായില്ലേ? പിന്നെ വേണ്ട, ഞാൻ വേറെ കുറെ കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആയതുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ചിലപ്പോഴങ്ങ് പോവേ പല കാര്യങ്ങളും. എന്നോട് പലരും പറയാനുണ്ട്, എടാ നീ സൂക്ഷിച്ചോ, നീ ചുമ്മാ എല്ലാം അങ്ങ് പറയരുത് ആൾക്കാരോട്, അല്ലെങ്കിൽ ഇരുന്ന് അങ്ങ് വിശദീകരിക്കരുത്. അതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി ഇതിന്റെ പുറത്ത് വല്ല വല്ല ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നല്ല ഉള്ള കാര്യം ഞാനങ്ങ് പറയുവേ, ഉള്ള കാര്യം ഞാൻ അതേപോലെ പറയും. ഞാൻ ഇവിടെ ഒരാളോടും പറഞ്ഞിട്ട് വെച്ചിട്ടില്ല. ഞാൻ എന്റെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മാന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പക്ഷെ എൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. അത് ഏതവനാണെങ്കിലും ഞാൻ പറയും. ഐ ഡോണ്ട് കെയർ, മനസ്സിലായില്ലേ? കുറച്ചും കൂടെ ഉണ്ട് ഈ വിരിച്ചേട്ടൻ്റെ ആട്ടം, നമുക്കൊന്ന് കാണാം. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഇവർ തമ്മിലുള്ള ആ ഒരു അടി അതൊരു ഉപദേശമായിട്ട് പലരും നടന്നിരുന്നു. ഇപ്പോൾ ഇത് സോൾവ് ചെയ്തപ്പോഴത്തേക്ക് ആരുടെയും വീഡിയോ ഞാൻ കണ്ടില്ല. ഞാനൊരു ദിവസം മൊത്തം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്, അത് നന്നായി, അത് അങ്ങനെ ചെയ്ത് നന്നായി. ആരും അങ്ങനെ മെനക്കെടാറില്ല അല്ല. ഇപ്പം നമ്മളെ ആരെങ്കിലും ചെറിയ വിളിച്ച് ചോദിച്ചാൽ അവൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ ആരും മെനക്കെടാറില്ല. പക്ഷെ അങ്ങനെ മെനക്കെട്ട് അവരുടെ പേരൻസിനെ കാണാനൊരു ധൈര്യം കാണിച്ചെങ്കിൽ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് സിജോയിൽ ഫീൽ ചെയ്തത്. പിന്നെ സിജോയെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് പൊതുവേ സിജോ അങ്ങനെ അല്ലായിരുന്നു ചെയ്യുന്നത്. സാധാരണ സിജോ നേരെ കയറി എന്നാണ് പൊട്ടിക്കുന്ന സ്വഭാവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് തോന്നുന്നത് മേ ബി ഈ ബിഗ് ബോസിൽ വന്നോളൂ. മോനെ ഹബ്ബുകാരൻ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരായി ചിജോ? ആരായി ചിജോ? ഇവൻ അടിക്കാൻ കയ്യും പൊക്കിക്കൊണ്ടുവന്ന ബാക്കിയുള്ളവരുടെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോവോ? അല്ല, നീ ആര്? നീ കുറെ നേരമല്ല നീ അവനെ എടുത്ത് വെളുപ്പിക്കാൻ നോക്കുന്നു. അവൻ അനന്തിന്റെ വീട്ടിൽ ചെന്ന വളരെ നല്ല കാര്യമായിട്ട് നിനക്ക് തോന്നി അല്ലയോ? അവൻ എന്തിനാ വീട്ടിൽ ചെന്ന്? എന്തിനാ അവൻ വീട്ടിൽ ചെന്ന്? അതിനും മാത്രം തന്തയ്ക്ക് വിളി അവന്. നമ്മൾ പറയത്തില്ല, നമ്മൾ ഒരിക്കലും പറയുന്നില്ല അവന്റെ വീട്ടുകാരെ. പക്ഷെ അതിനും മാത്രം വിളി അവന്റെ ഇൻബോക്സ്, അവന്റെ കമന്റ് ബോക്സുകളിൽ നല്ല കനത്തിന് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഒന്ന് പോയി നോക്ക്. അനന്തുവിന്റെ വീഡിയോ ഇട്ടതിനകത്തും അവന്റെ പേഴ്സണൽ അവന്റെ ഫാമിലി വ്ളോഗ് ഇടുന്നതിനകത്തും ഒക്കെ നല്ല കനത്തിലുള്ള തന്തയ്ക്ക് വിളി കിട്ടി. പിന്നെ അവന്റെ ഭാഗത്തുമാണ് തെറ്റ്, അതെല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഈ ചിജോ എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരനെ പിടിച്ചു നിൽക്കണമെങ്കിൽ കയ്യും കാലും പിടിച്ചേ പറ്റത്തുള്ളൂ ചേട്ടാ, മനസ്സിലായോ? കയ്യും കാലും പിടിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ അതിനെ നിങ്ങൾ ആ വന്നതിനെ നിങ്ങളങ്ങ് പുകഴ്ത്തി അയ്യോ വളരെ നല്ല കാര്യം ചിജോ പോയി കയ്യും കാലും പിടിച്ചല്ലോ, മാപ്പ് പറഞ്ഞല്ലോ, വളരെ നല്ല കാര്യം. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റവൻ ചെയ്തു, അവൻ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അവനായിട്ട് ചെന്ന് സംസാരിച്ചു, ഓക്കെ, അതവിടെ തീർന്നു. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനത് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവന്റെ ഈ കമന്റ് ബോക്സിൽ വരുന്ന തെറി ഒരു മയോ ഇല്ലാതെ കൂടിക്കൊണ്ടിരിക്കും. അവന്റെ സബ്സ്ക്രൈബേഴ്സ് പോലും അവന്റെ വീഡിയോ പിന്നെ കാണാൻ പോകത്തില്ല. ആ ഒരു കളി പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് പുള്ളി വന്ന് ക്ഷമാപണം അങ്ങ് നടത്തിയത്. എന്നിട്ടും ക്ഷമാപണം നടത്തിയതിനകത്തെ ബ്രില്യൻസ് നിങ്ങൾക്കറിയാവോ? അവൻ ഏതൊരു ചാനലിലാണോ അവൻ ഈ മോശം പറഞ്ഞ വീഡിയോ ഇട്ട് അനന്തുവിന്റെ പൈതൃകത്തെയൊക്കെ പറഞ്ഞത്, ആ ചാനലിൽ അവൻ ഇട്ടില്ല വീഡിയോ. അവൻ വേറെ ചാനലിൽ കൊണ്ടുപോയി ഇട്ടേക്കുന്ന വീഡിയോ എങ്ങനെയുണ്ട്? കാരണം ആ ചാനലിലും അവന്റെ എന്താ ഐ ആം സിജോ എന്ന് പറഞ്ഞ ചാനലിലാണ് തോന്നിട്ട്, അതിനകത്ത് അവന്റെ ഈ പേഴ്സണൽ ഫാമിലി വ്ളോഗ് ഇടുന്ന പരിപാടിയൊക്കെയാണ്. അതിനകത്ത് നാട്ടുകാരെ തെറി പറഞ്ഞിട്ടുണ്ട്. അതിനകത്താണ് അതുകൊണ്ട് അവൻ അതിനകത്ത് കൊണ്ട് ഈ വീഡിയോ ഇട്ടു, മനസ്സിലായ? കാരണം അവിടെയെങ്കിലും ആൾക്കാരെ അവന് പിടിച്ചിരുത്തണം. അതാണല്ലോ ബേസിക് ഒരു പരിപാടി. കാരണം അതിനകത്തുനിന്നാണ് ഫാമിലി വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ അവന് കാശ് കിട്ടും നന്നായിട്ട്.
സോ അതിനകത്ത് ആൾക്കാരെ പിടിച്ചിരുത്തണം. അതുകൊണ്ട് അവിടെ കൊണ്ടങ്ങ് ഇട്ടു. എങ്ങനെയുണ്ട് ചേട്ടാ? അതും കൂടെ ഒന്ന് പറയണം കേട്ടോ ഹബ്ബുകാരൻ ചേട്ടാ. അതും താങ്കൾ പറഞ്ഞേ പറ്റുള്ളൂ. അതെന്താ ചേട്ടാ മുക്കിക്കളഞ്ഞത്, മിണ്ടാഞ്ഞത്? വീഡിയോ ഇട്ട സ്ഥലവും കൂടെ ഒന്ന് പറയണമായിരുന്നല്ലോ. അയ്യോ അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ, നാട്ടുകാർ മണ്ടന്മാര് കണ്ടുപിടിക്കുമല്ലോ അല്ലേ, ആ ഒരു മൂടല്ലേ. കൊള്ളാം ചേട്ടാ, കൊള്ളാം, വളരെ നല്ല കാര്യം. കൂട്ടുകാരനെ വെളുപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെളുപ്പിക്കാൻ ഇറങ്ങാം. ഇല്ലെങ്കിൽ തിരിച്ചു ഇതേ കണക്കത്തെ അടി കിട്ടും, നല്ല കനത്തിലെ അടി. പിന്നെ മൂപ്പന്റെ കമന്റ് ബോക്സിൽ ഇയാൾ പോയി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ നല്ല ഊക്ക് കൊടുത്തിട്ടുണ്ട്, വെച്ച് താങ്ങി കൊടുത്തു. അതിന്റെ അടിയിൽ ചെന്ന് ഈ വിനു ഹബ്ബ് ഇട്ടിരിക്കുന്നതാണ്. ഹേ മൂപ്പൻ ബ്രോ, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ബ്രോ, റിയലി സോറി. സത്യത്തിൽ താങ്കളുടെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ താങ്കളും അറിയാതെ വന്നതാ കേട്ടോ, കൊണയടിയല്ല. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്, കൊണയടിയല്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളോട് സിജോയ്ക്ക് ഒരു ഇഷ്യൂ കാണുമെന്ന്. എന്തായാലും സി യു ബ്രോ. അപ്പൊ ഒരു ഫ്ലോയ്ക്ക് ചേട്ടൻ അങ്ങ് പറഞ്ഞു പോയതാ അല്ലേ? ഇവിടെ ഫ്ലോയ്ക്ക് ഞങ്ങളും പലതും പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണല്ലോ ചേട്ടാ. നിങ്ങൾക്ക് ഫ്ലോയിൽ പലതും പറയാ അല്ലേ? അത് കൊള്ളാം. ചേട്ടന്റെ ആ ഫ്ലോ കാരണമാണ് ഇന്നലെ മൂപ്പൻ എടുത്തു വെച്ച് അങ്ങ് ഫ്ലോയിൽ താങ്ങി തന്നത്. അത് കേട്ടായിരുന്നല്ലോ അല്ലേ? അത് കേട്ടല്ലോ, അതുകൊണ്ടാണല്ലോ അല്ലേ അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നത്. കൊള്ളാം ചേട്ടാ. ഇതേപോലൊക്കെ ഈ ഫ്ലോ കഥ ചേട്ടന ഗോപ്രോ മച്ചാന്റെ അതിനകത്ത് കൂടെ കൊണ്ടുവന്ന് ഇട്. കാരണം പുള്ളി വളരെ മാന്യമാണ്. ഞാൻ ആലോചിച്ച് ഇങ്ങനെയൊക്കെ എന്തിനാ പിടിച്ചിട്ടിരിക്കുന്നത് ഇതിനകത്തുനിന്ന്. ഈ ഒരു ലൂപ്പിലേക്ക് അയാളെ ഒന്നും പിടിച്ചേണ്ട കാര്യം, സോറി അയാളെന്ന് വിളിക്കരുത്, ഈസ് ലൈക്ക് എന്നെക്കാട്ടിലും മൂത്തൊരു വ്യക്തിയാണ് ഗോപ്രോ മച്ചാൻ. ചേട്ടനെ അങ്ങനെ വിളിച്ചിടരുതായിരുന്നു താൻ. അതിനകത്ത് ഈ ഒരു വിഷയത്തിൽ പുള്ളിയൊക്കെ നിരപരാധിയാടേ. എന്തിനാടേ പുള്ളിയൊക്കെ പിടിച്ച് ഈ ലൂപ്പിലോട്ട് ഇടുന്നത്? ആവശ്യമില്ലാതെ നീയോ വന്ന് കയറി നാട്ടുകാരെ തന്തയ്ക്ക് വിളിയാക്കാൻ. എന്തായാലും ആവട്ടെ, വാട്ടവർ. എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യണം, പറയണം. പൊന്നു വിനിച്ചേട്ടനോട് ഇതൊന്ന് പറയണോന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, വിനിച്ചേട്ടൻ മണ്ടത്തരങ്ങൾ കാണിക്കരുത് ഇങ്ങനെ. നല്ല ഊക്ക് കിട്ടും നാട്ടുകാരുടെ നിന്ന്, അതൊന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.